Good evening all. നമ്മുടെ ഇന്നത്തെ കമ്പ്യൂട്ടർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in MS Word, which key combination insert a manual line break within the current cell or text box without starting a new paragraph? ഒരു പുതിയ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഒരു ലൈൻ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ ഏതാണെന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എ ടാബ് പ്ലസ് എൻ്റർ, ഓപ്ഷൻ ബി കൺട്രോൾ പ്ലസ് എൻ്റർ, ഓപ്ഷൻ സി ആൾട്ട് പ്ലസ് എൻ്റർ, ഓപ്ഷൻ ഡി ഷിഫ്റ്റ് പ്ലസ് എൻ്റർ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എൻ്റെ ആൻസർ മാർക്ക് ചെയ്യുക. നമുക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ ടാബ് പ്ലസ് എൻ്റർ എന്നാണ്. ടാബ് പ്ലസ് എൻ്റർ എന്നൊരു കീ കോമ്പിനേഷൻ നമുക്ക് ശരിക്കും അവൈലബിൾ അല്ല, അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. പിന്നെ വരുന്നത് കൺട്രോൾ പ്ലസ് എൻ്റർ ആണ്. കൺട്രോൾ പ്ലസ് എൻ്റർ എന്ന് പറയുന്നത് ഒരു സെർച്ച് ബാർ ഓപ്പൺ ചെയ്യാൻ, അതല്ലെങ്കിൽ പേജ് ബ്രേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ പ്ലസ് എൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ലൈൻ ബ്രേക്കാണ്, പേജ് ബ്രേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ പ്ലസ് എൻ്റർ. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ലൈൻ ബ്രേക്കാണ്, അപ്പോൾ അതും നമ്മുടെ ആൻസറായിട്ട് വരുന്നില്ല. പിന്നെ വരുന്നത് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ എന്നുള്ളൊരു കോമ്പിനേഷനാണ്. ഷിഫ്റ്റ് പ്ലസ് എൻ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ ബ്രേക്കറായിട്ട്, അതായത് ഒരു കറണ്ട് സെല്ലിനകത്തോ ടെക്സ്റ്റ് ബോക്സിലോ ലൈൻ ബ്രേക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഓൾട്ട് ടാബ് പ്ലസ് എൻ്റർ എന്ന് പറയുന്ന കീ കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ അല്ല. കൺട്രോൾ പ്ലസ് എൻ്റർ എന്ന് പറയുന്നത് ലൈൻ ബ്രേക്ക് ചെയ്യാൻ, പേജ് ബ്രേക്കറായിട്ട് ഉപയോഗിക്കുന്നതാണ് കൺട്രോൾ പ്ലസ് എൻ്റർ എന്ന് പറയുന്നത്. ആൾട്ട് പ്ലസ് എൻ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കാൻ ഉപയോഗിക്കുന്നതാണ് ആൾട്ട് പ്ലസ് എൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, MS വേർഡിലെ ഒരു മാനുവൽ ലൈൻ ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കീ കോമ്പിനേഷനാണ് ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് ഷിഫ്റ്റ് പ്ലസ് എൻ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ഡ്യൂറിങ് എ പ്രസൻറ്റേഷൻ എ ബുള്ളറ്റ് പോയിൻറ്റ് ടെക്സ്റ്റ് ബോക്സ് ഷിഫ്റ്റ് ഇറ്റ്സ് പൊസിഷൻ, വിച്ച് ഡിസൈൻ മിസ്റ്റേക്ക് ഈസ് ദ മോസ്റ്റ് ലൈക്ലി കോസ്? ഒരു പ്രസൻറ്റേഷനിൽ ഒരു ടെക്സ്റ്റ് ബോക്സ്, ബുള്ളറ്റ് പോയിൻറ്റ് ടെക്സ്റ്റ് ബോക്സ്, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പോസിബിളായിട്ടുള്ള ഏത് മിസ്റ്റേക്ക് ആയിരിക്കും അതിൻ്റെ കാരണമെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ സി കംപ്ലീറ്റ് അല്ല, അപ്പോൾ അത് ഇട്ടേക്കുക. ഓപ്ഷൻ എ യൂസിങ് എ ഡിജിറ്റൽ ലേഔട്ട്, ഓപ്ഷൻ ബി നോട്ട് യൂസിങ് പ്ലേസ് ഹോൾഡേഴ്സ്, ഓപ്ഷൻ ഡി മോഡിഫൈങ് ദ സ്ലൈഡ് മാസ്റ്റർ. നമുക്കറിയാം, ഒരു ബുള്ളറ്റ് പോയിൻറ്റ് ടെക്സ്റ്റ് ബോക്സ് അതിൻ്റെ പൊസിഷനിൽ നിന്ന് ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പ്ലേസ് ഹോൾഡേഴ്സ് കൃത്യമായിട്ട് യൂസ് ചെയ്യാത്തതിനാൽ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ പോസിബിളായിട്ടുള്ള കോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നോട്ട് യൂസിങ് പ്ലേസ് ഹോൾഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതേ ചോദ്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. കമ്പയർഡ് വിത്ത് HDMI, വിച്ച് ഫീച്ചർ മേക്സ് ഡിസ്പ്ലേ പോർട്ട് മോർ സ്യൂട്ടബിൾ? HDMI അപേക്ഷിച്ച് ഡിസ്പ്ലേ പോർട്ട് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആക്കുന്ന ഫീച്ചർ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം HDMI എന്താണെന്ന് നോക്കാം. HDMI എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ക്വാളിറ്റി വീഡിയോസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് HDMI പോർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം പഠിച്ച് വയ്ക്കുക, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. അപ്പോൾ HDMI എന്ന് പറഞ്ഞാൽ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ്, ഇൻ്റർഫേസ് പോർട്ടാണ്. അപ്പോൾ ഈ HDMI അപേക്ഷിച്ച് ഡിസ്പ്ലേ പോർട്ടിനെ, സാധാരണ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ പോർട്ട് കൂടുതൽ സ്യൂട്ടബിൾ ആവാൻ കാരണമായിട്ടുള്ള ഫീച്ചർ ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിത് ചർച്ച ചെയ്തതാണ്, അല്ലെങ്കിൽ അത് നോക്കിയതാണ്. ആൻസർ എന്തായിരിക്കും?
ഡെയ്സി ചെയിനിങ് ആയിരിക്കും. ഡെയ്സി ചെയിനിങ്. ഓക്കെ, ഡെയ്സി ചെയിനിങ് എന്താ? ഡെയ്സി ചെയിനിങ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്യുക. സിസ്റ്റമോ മറ്റ് ഡിവൈസസോ ഉണ്ടെങ്കിൽ അതിനെ സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിനെ തമ്മിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡെയ്സി ചെയിനിങ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഡേറ്റ പാസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിന്ന് രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് ഡേറ്റ പാസ് ചെയ്യുമ്പോൾ അത് ഒന്നാമത്തേനകത്ത് നിന്ന് പോയി മൂന്നാമത്തെ സിസ്റ്റത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിന്ന് അത് രണ്ടാമത്തേനകത്ത് വരും, രണ്ടാമത്തേൽ വന്നിട്ടായിരിക്കും അടുത്ത മൂന്നാമത്തെ ഇതിലേക്ക് ഇത് പോവുക. അപ്പോൾ ഡെയ്സി ചെയിനിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഇതാണ്. സീക്വൻഷ്യലായിട്ട് ഡിവൈസസിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് തൊട്ട് മുമ്പിലുള്ള സിസ്റ്റത്തിൽ ഡേറ്റ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഡേറ്റ കിട്ടുള്ളൂ. അതാണ് ഡെയ്സി ചെയിനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ടീച്ചർ വാണ്ട്സ് ടു ഡിസ്പ്ലേ ഓൺലി ദോസ് സ്റ്റുഡൻസ് who scored more than 75 marks without changing the order of records. റെക്കോർഡ്സിനകത്തുള്ള ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യാതെ ഒരു ടീച്ചർക്ക് 75 മാർക്കിൽ കൂടുതലുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം വേണം. അങ്ങനെയെങ്കിൽ വിച്ച് എക്സൽ ടൂൾ ഷുഡ് ബി യൂസ്ഡ്? എന്ത് എക്സൽ ടൂൾ ആയിരിക്കണം നമുക്ക് ഉപയോഗിക്കേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. തന്നിരിക്കുന്ന 4 ഓപ്ഷനകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഓപ്ഷൻ ബി ഫിൽറ്റർ തന്നെയാണ് ആൻസർ. അപ്പോൾ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം ഡേറ്റാസ് കിട്ടുമ്പോൾ അതിനെ നമ്മളൊരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷനെ ബേസ് ചെയ്ത് ഡേറ്റ ഫിൽറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ടെക്നിക്കാണ് എന്ത്? ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കാം? അതിനെ സോർട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഓർഡറിൽ, സ്പെസിഫിക് ആയിട്ടുള്ള ഓർഡറിൽ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സോർട്ട് ചെയ്യാന്ന് പറയാം. ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ മറ്റ് ഇത് സോർട്ട് ചെയ്യാം. അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സോർട്ട് ചെയ്യാം. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഡേറ്റ തന്നെ ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം? റെപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിൽറ്റർ ആയിരിക്കും. സെയിം ക്വസ്റ്റ്യൻ ആണ്, സോറി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ട്രോജൻ ഹോഴ്സ് ഇൻ നെറ്റ്വർക്ക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി? ട്രോജൻ ഹോഴ്സിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ്. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റിക്കകത്തും ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിലും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലും ട്രോജൻ ഹോഴ്സ് അതിൻ്റെ പർപ്പസ് എന്താണെന്നാണ്. ട്രോജൻ ഹോഴ്സൊക്കെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡിസി എന്ന് പറയുന്ന സിനിമയൊക്കെ റിലീസായ സമയമാണ്. നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ സിനിമയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരൈറ്റമാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ? ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു നെറ്റ്വർക്ക് ത്രെട്ടാണ്. ത്രെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു ത്രെട്ടാണ്, ഇൻ്റർനെറ്റ് ത്രെട്ടാണ് എന്തെന്ന് പറയുന്നത് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ടോ ആക്ട് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്നത് ഈ ഒരു ത്രെട്ടായിരിക്കും. അതായത് ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ സിനിമയ്ക്കകത്തൊക്കെ നോക്കിയാൽ അറിയാം, ഇതിനകത്ത് ഈ ഹോഴ്സിനകത്ത് ഇവർ കയറി ഇരുന്നിട്ട് അവരെ കൊണ്ടുപോയി ആ കവാടത്തിന് അപ്പുറത്ത് കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം കവാടത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ എതിരാളികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്നതാണ് അതിൻ്റെ ഒരു സീനെന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോജൻ ഹോഴ്സ് എന്താ ചെയ്യുക? വിസിബിലി അല്ലെങ്കിൽ വിഷ്വലി സാധനം നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുമെങ്കിൽ പോലും നമ്മുടെ സിസ്റ്റത്തെ ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്നത് ട്രോജൻ ഹോഴ്സ് ആയിരിക്കും. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യുക. പുറത്തുനിന്ന് നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ബാക്ക് ഡോറായിട്ട് ആക്ട് ചെയ്യുന്നത് ട്രോജൻ ഹോഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചധികം ത്രെട്ടുകളെ പറ്റി നോക്കാം. ഒന്നാമത്തെ ത്രെട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ വൈറസുകളാണ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഇതൊരു മാൾവെയർ ആണ്, കമ്പ്യൂട്ടർ മാൾവെയർ ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇത് എൻ്റർ ചെയ്തിട്ട് അത് ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കാണപ്പെടുക.
നമ്മളെപ്പോഴാണോ ഈ ഒരു ഫയലിനെ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ആ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇത് ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകളെ ഡിസ്ട്രോ ചെയ്യും. അതായത് നശിപ്പിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾ, മോശം പ്രവൃത്തികൾ ചെയ്യും. അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു തൊട്ടുള്ളതാണ് കമ്പ്യൂട്ടർ വോം എന്ന് പറയും. വോം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് വോം എന്ന് പറയുന്നത്. വോമും ഇതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തനിയെ റിപ്ലിക്കേറ്റ് ചെയ്യും. ഒരെണ്ണം 2 ആവും, 2 4 ആവും, 4 3 അങ്ങനെ പലതരത്തിൽ ഇത് റിപ്ലിക്കേറ്റ് ആവും. റിപ്ലിക്കേറ്റ് ആയിട്ട് ഇത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ള എല്ലാ ഇമെയിൽ അഡ്രസ്സിലേക്കും ഷെയർ ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നെറ്റ്വർക്ക് ട്രാഫിക്കിനെ അത് കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ ഇത് വോമിൻ്റെ ഫീച്ചറാണ്, അല്ലെങ്കിൽ വോമിൻ്റെ പ്രവൃത്തിയാണെന്തെന്ന് പറയുന്നത് റൂട്ടർ ചാനൽസിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഡൗൺ ചെയ്യുക എന്നുള്ളത്. അടുത്തതെന്ന് പറഞ്ഞാൽ കോപ്പിയിങ് ഇറ്റ്സെൽഫ് ടു അതർ സിസ്റ്റം യൂസിങ് കമ്പ്യൂട്ടർ വൾണറബിലിറ്റി. അപ്പോൾ കോപ്പിയിങ് ഇറ്റ്സെൽഫ് ടു അതർ സിസ്റ്റം യൂസിങ് കമ്പ്യൂട്ടർ വൾണറബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് അഫക്റ്റ് ചെയ്യുന്ന ഫയൽസിനെ, അതായത് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഫയൽസിനെ അത് തന്നെ കോപ്പി ചെയ്യും. ഓക്കെ. അതുപോലെ ബ്ലോക്കിംഗ് നെറ്റ്വർക്ക് ട്രാഫിക് ഓവർ ലോഡിംഗ് സെർവർ എന്ന് പറയുന്നത് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്കാണ്. ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയും. നമ്മുടെ സിസ്റ്റം ടൈം മറ്റുള്ളവർ യൂസ് ചെയ്യുക, മനസ്സിലായോ? ഇങ്ങനെ ഉണ്ടാകുന്ന അറ്റാക്കുകളെയാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രോജൻ ഹോഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്റ്റീലിംഗ് ഓർ ഡിലീറ്റിംഗ് ഫയൽസ് ആൻഡ് ക്രിയേറ്റിംഗ് എ ബാക്ക് ഡോർ ഫോർ ഹാക്കേഴ്സ്. ഹാക്കേഴ്സിന് നമ്മുടെ സിസ്റ്റത്തെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ട്രോജൻ ഹോഴ്സ് ഇവിടെ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എക്സൽ which function is used to count the number of cells in a range that satisfy a specific condition? ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്പർ ഓഫ് സെല്ല് കൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ സെല്ലുകളുടെ എണ്ണം കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ, എക്സൽ ഫംഗ്ഷൻ ഏതാണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ന്യൂമറിക്കൽ വാല്യൂസ് കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനർത്ഥം A1 തൊട്ട് A10 വരെയുള്ള എല്ലാ ന്യൂമറിക്കൽ വാല്യൂസും കൗണ്ട് ചെയ്യാനാണ് കൗണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. കൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ടുള്ള A1 തൊട്ട് A10 വരെയുള്ള 10 സെല്ലുകളിൽ ഏതൊക്കെയാണ് ബ്ലാങ്ക് ആയിട്ടുള്ളത് അതിനെ മാത്രം കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൗണ്ട് ബ്ലാങ്ക് എന്ന് പറയുന്നത്. പിന്നെ സമ്മിഫ് എന്ന് പറഞ്ഞാൽ A1 തൊട്ട് A10 വരെയുള്ള ഗ്രേറ്റർ ദാൻ 10 എന്നാണ്. 10ൽ കൂടുതലുള്ള നമ്പേഴ്സ് മാത്രം സമ്മ് ചെയ്യാൻ, അത് മാത്രം കൗണ്ട് ചെയ്യാൻ, സമ്മ് കണ്ടുപിടിക്കാനാണ് സം ഇഫ് യൂസ് ചെയ്യുക. ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് കൗണ്ട് ഇഫ് A1 ടു A10 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ A1 തൊട്ട് A10 വരെയുള്ള സെല്ലുകളിൽ 10ന് മുകളിലോട്ടുള്ളതിനെ മാത്രം കൗണ്ട് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ എ റേഞ്ച് ദാറ്റ് സാറ്റിസ്ഫൈ എ സ്പെസിഫിക് കണ്ടീഷൻ. ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ്, കൗണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ എ ആണ് കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്നത്, ഓപ്ഷൻ ഡി ആണ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് A1 തൊട്ട് A10 വരെയുള്ള സെല്ലുകളുള്ള ഡേറ്റ കൗണ്ട് ചെയ്യുക, മനസ്സിലായോ? അത് ന്യൂമറിക്കൽ വാല്യൂസ് ആയിരിക്കും കൂടുതലും കൗണ്ട് ചെയ്യുന്നത്. ഇനി കൗണ്ട് എ എന്ന് പറഞ്ഞാൽ കൗണ്ട് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ഓർത്ത് വെച്ചോ. കൗണ്ട് എ എന്ന് പറഞ്ഞാൽ അത്ര A1 തൊട്ട് A10 വരെ A1 തൊട്ട് A10 വരെയുള്ള എല്ലാ ഡേറ്റയും കൗണ്ട് ചെയ്യും. അത് ന്യൂമറിക്കൽ വാല്യൂസ് കൗണ്ട് ചെയ്യാം, ആൽഫബറ്റ്സ് കൗണ്ട് ചെയ്യാം, ഒരു പേരുണ്ടെങ്കിൽ പേര് കൗണ്ട് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ വാല്യൂസും കൗണ്ട് ചെയ്യും. കൗണ്ട് എന്ന് പറഞ്ഞാൽ കൗണ്ട് ഓഫ് A1 ടു A10 എന്ന് പറഞ്ഞാൽ A1 മുതൽ A10 വരെയുള്ള ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം കൗണ്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് കൗണ്ട് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഡേറ്റ ഒന്നും എൻ്റർ ചെയ്യാത്ത സെല്ലുണ്ടെങ്കിൽ, അതായത് ഫ്രീ ആയിട്ട് കിടക്കുന്ന സെല്ലുണ്ടെങ്കിൽ അതിനെ മാത്രം കൗണ്ട് ചെയ്യാനാണ് കൗണ്ട് ബ്ലാങ്ക് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുക, തിരിഞ്ഞു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ ഡി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ OLE which technology ensures that linked objects in a report remain updated when the source object changes? അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. BLOB, SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ,
കമ്പോണൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ അല്ലെങ്കിൽ COM, അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് അല്ലെങ്കിൽ AWT. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഓയിലിൽ നിന്നാൽ എന്തായിരിക്കും? ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബഡിങ്. അതായത് ചാർട്ടുകൾ പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഒബ്ജക്റ്റുകളൊക്കെ ലിങ്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫയൽസിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് OLE അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ലിങ്കിങ് എംബഡിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഓപ്ഷനകത്ത് നിന്ന് കട്ട് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അങ്ങനെ നോക്കാം. ബൈനറി ലാർജ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ബൈനറി ഡേറ്റാസ്, വലിയ ബൈനറി നമ്പേഴ്സ് അറിയാം, 0-ൻ്റെയും 1-ൻ്റെയും കോമ്പിനേഷനാണ് ബൈനറി നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള ബൈനറി നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡേറ്റാബേസ് ആണ് BLOB എന്ന് പറയുന്നത്. അപ്പോൾ BLOB ആയിട്ട് നമുക്കിത് യാതൊരു ബന്ധവുമില്ല, അപ്പോൾ അതായിരിക്കത്തില്ല ആൻസർ വരിക. പിന്നെ വരുന്നത് SMTP ആണ്. SMTP എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ SMTP എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ സെൻഡ് ചെയ്യാൻ, ഇൻ്റർനെറ്റ് വഴി ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് SMTP അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അതും നമ്മളുമായിട്ട് ബന്ധമില്ല. പിന്നെ വരുന്ന ഏതാ? കമ്പോണൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്നാണ്. നമ്മൾ എംബഡി ചെയ്യുന്ന മോഡൽസിനെ, അത് ചാർട്ട് ആയിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആ മോഡൽസ് ആയിക്കോട്ടെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? കമ്പോണൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ C ആണ് ആൻസർ വരിക. ഇനി AWT അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ജാവയിൽ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ്, ജാവയിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ലൈബ്രറിയാണ് എന്തെന്ന് പറയുന്നത്? സിസ്റ്റം ലൈബ്രറിയാണ് AWT അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കുക. OLEയിൽ ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബഡിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? കമ്പോണൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ അല്ലെങ്കിൽ COM എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a limitation of using symmetric encryption for securing data communication? നമുക്കറിയാം ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് പലതരത്തിലുള്ള അൽഗോരിതംസ് ആയിരിക്കും യൂസ് ചെയ്യുക. സിമെട്രിക് അൽഗോരിതം ഉണ്ട്, അസിമെട്രിക് അൽഗോരിതം ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അൽഗോരിതം യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റ മോസ്റ്റ് ഓഫ് ദ കേസും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡാണ് സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. സിമെട്രിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഒരു മിറർ ഇമേജ് പോലുള്ള ഐറ്റം ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്തുണ്ടാവാം? പലതരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടാവാം. ഹാക്കർമാരോ അല്ലെങ്കിൽ മറ്റ് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ഡേറ്റ പോകുമ്പോൾ അവിടെ എന്ത് പറ്റും? അവിടെ ഡേറ്റ ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡേറ്റ ലോസ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരാൾ ഡേറ്റ കൈക്കലാക്കാതിരിക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവാതിരിക്കാനോ നമ്മൾ പലതരത്തിലുള്ള എൻക്രിപ്ഷൻ ഫോമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് സിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നാണ് ചോദ്യം. ഇറ്റ് റിക്വയർസ് മോർ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സസ് ദാൻ അസിമെട്രിക് എൻക്രിപ്ഷൻ. ഓപ്ഷൻ ബി ഡിഫിക്കൽട്ടി ഇൻ കീ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഓപ്ഷൻ സി ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ഫോർ ഡേറ്റ അറ്റ് റെസ്റ്റ്. ഓപ്ഷൻ ഡി എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ആർ വെരി സ്ലോ. ഏറ്റവും പോസിബിളായിട്ടുള്ള ആൻസറാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് റിക്വയർസ് മോർ കമ്പ്യൂട്ടേഷൻ റിസോഴ്സ് ദാൻ അസിമെട്രിക് എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, അസിമെട്രിക് എന്ന് പറഞ്ഞാൽ തോന്നുന്ന പോലെയൊക്കെ ഡേറ്റ എന്ത് ചെയ്യുക? എൻക്രിപ്റ്റ് ചെയ്യുക. അതിനകത്ത് ഒരുപാട് സ്റ്റാൻഡേർഡ് ഫോമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക്, അതായത്
ഞാൻ ഹായ് എന്നൊരു ഡേറ്റയാണ് അയക്കുന്നുണ്ടെങ്കിൽ ഇത് HIAH എന്ന രീതിയിലായിരിക്കും ഇത് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹായ് എന്ന് അയക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഹായ് ആണെന്ന് ആർക്കായാലും മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഒരു സിമെട്രിക് ഫോം വരികയാണെങ്കിൽ IAH എന്നുള്ളത് രീതിയിലാണ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിളാണ്, IAH എന്ന രീതിയിലായിരിക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ IAH സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും ഇത് ഹായ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ മാത്രമെങ്കിൽ ഇതിന് കണ്ട് ശീലിച്ച ഒരാൾക്ക് മാത്രമേ ഇത് തിരിച്ച് വായിക്കാനുള്ള ടെൻഡൻസി എങ്കിലും ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡുകളെയാണ് സിമെട്രിക് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷനാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഓപ്ഷനാണ്. രണ്ടാമത് വരുന്നത് ഡിഫിക്കൽട്ടി ഇൻ കീ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. കാരണം ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിമെട്രിക് എൻക്രിപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കീ ഡിസ്ട്രിബ്യൂഷൻ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഈ ഒരു സിമെട്രിക് അൽഗോരിതം യൂസ് ചെയ്തതെന്ന് സെൻഡർക്കും റിസീവർക്കും പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. പിന്നെ റെസ്റ്റിലുള്ള ഡേറ്റയെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് റെസ്റ്റിലുള്ള ഡേറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും സ്ലോ എന്നാണ് ഡി ഓപ്ഷൻ പറയുന്നത്. അതും തെറ്റാണ്. ഇത് ഫാസ്റ്റായിട്ട് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് വെബ് പേജ് എഡിറ്റേഴ്സ് വർക്ക്. വെബ് പേജസ് എഡിറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദ്യം. ഒന്നൊരു എന്നൊന്ന് പറയും. നോക്കുക നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് വെബ് പേജ് എഡിറ്റേഴ്സ് വർക്ക്. വെബ് പേജ് എഡിറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ചെയ്യാം. നമ്മുടെ വെബ് പേജ് എഡിറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ് എന്ന പ്രിൻസിപ്പിളാണ് നമ്മുടെ എഡിറ്റേഴ്സ് വെബ് പേജ് എഡിറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ വെബ് പേജ് എഡിറ്റേഴ്സും വർക്ക് ചെയ്യുന്നത്. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. വാട്ട് യു സീ ഈസ് വാട്ട് യു ഗെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ബൈ സെർച്ച് എൻജിൻസ് to collect and index information from website. And വേണ്ട, to collect index information from websites. വെബ്സൈറ്റിൽ നിന്ന് ഒരു വെബ് പേജിൻ്റെ, ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെയോ ഇൻഡെക്സ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ നോക്കുക. വെബ് ക്രൗളേഴ്സ് ഉണ്ട്, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഫയർവാൾസ് ഉണ്ട്, വേർഡ് പ്രോസസ്സേഴ്സ് ഉണ്ട്. ആദ്യം തന്നെ പറയാം, വേർഡ് പ്രോസസ്സർ ഇതിൻ്റെ ആൻസർ അല്ല. വേർഡ് പ്രോസസ്സർ നമുക്കറിയാം ഡേറ്റ ടൈപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വേർഡ് ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ഫയൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുക. ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർസ്. പിന്നെ വരുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഫയർവാളാണ്. ഇതൊരു മെക്കാനിസമാണ്. നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് അഫക്റ്റഡ് ആയിട്ടുള്ള ഫയൽസ്, നേരത്തെ പറഞ്ഞ പോലെ ത്രെട്ടുകളൊക്കെ, വൈറസുകളോ ബോംബുകളോ ട്രോജൻ ഹോഴ്സോ പോലുള്ള അഫക്റ്റഡ് ഫയൽസ് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെക്യൂരിറ്റി മെഷറാണ് ഫയർവാൾ. അപ്പോൾ അതും അല്ല ആൻസർ വരുന്നത്. പിന്നെ വരുന്ന ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറാണ്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഫയർവാൾ പോലെ തന്നെ നമുക്ക് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മാൾവെയറുകൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ റിമൂവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതും നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? വെബ് ക്രോളേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വെബ് പേജിൽ നിന്ന് അവരുടെ ഇൻഡെക്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോട്ടാണ്, ഒരു സാധാരണ ചാറ്റ് ബോട്ട് പോലെയൊക്കെയുള്ള ഒരു ബോട്ടാണ്
വെബ് സ്പൈഡർ എന്ന് പറയും, അതല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് വെബ് ക്രൗളേഴ്സ് എന്ന് പറയുന്നത്. വെബ് സ്പൈഡർ അല്ലെങ്കിൽ വെബ് ക്രൗളേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈസ് ഹൗ റോസ് ആൻഡ് കോളംസ് ആർ ലേബിൾഡ് ഇൻ എ സ്റ്റാൻഡേർഡ് MS Excel വർക്ക്ഷീറ്റ്? ഒരു MS Excel വർക്ക്ഷീറ്റിൽ റോയും കോളവും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു വർക്ക്ഷീറ്റ് ഇതായിരിക്കും. ഒരു വർക്ക്ഷീറ്റിൻ്റെ ഫോർമാറ്റ് വരുന്നത് ഹൊറിസോണ്ടലായിട്ടുള്ള റോകളും വെർട്ടിക്കലായിട്ടുള്ള കോളങ്ങളും ഉണ്ടാവും. ഹൊറിസോണ്ടൽ റോകളും വെർട്ടിക്കൽ കോളങ്ങളും ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ നമ്പറിങ് അല്ലെങ്കിൽ ലേബലിംഗ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് കോളങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ABCD ആൽഫബറ്റുകളായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ റോ റെപ്രസെൻ്റ് ചെയ്യാൻ 1 2 3 4 നമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? റോ ബൈ ലെറ്റേഴ്സ്, കോളം ബൈ നമ്പേഴ്സ് അല്ലല്ലോ. റോ ബൈ നമ്പേഴ്സ്, കോളം ബൈ ലെറ്റേഴ്സ്, ബോത്ത് റോസ് ആൻഡ് കോളംസ് ബൈ ലെറ്റേഴ്സ് അതുമല്ല, ബോത്ത് റോസ് ആൻഡ് കോളം ബൈ നമ്പേഴ്സ് അതുമല്ല. വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. റോ ബൈ നമ്പേഴ്സ് ആൻഡ് കോളം ബൈ ലെറ്റേഴ്സ്. കോളങ്ങൾ വെർട്ടിക്കലി വരുന്ന കോളങ്ങളെ ആൽഫബറ്റുകൾ വെച്ചും അതുപോലെ ഹൊറിസോണ്ടൽ വരുന്ന റോകളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 2 3 4 നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, next question. In MS Word, which feature should be used to ensure that heading printed at the top of each page are the same throughout the document? ഏതെങ്കിലും ഒരു പേജിൽ അല്ലെങ്കിൽ ഫ്രണ്ട് പേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പേജിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എന്താണോ അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന എന്താണോ ആയാലും അതൊരു ആ പേജ് നമ്പർ ആവാം, ടൈറ്റിലാവാം, അതിനകത്ത് കൊടുക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ ത്രൂ ഔട്ട് ദ ഡോക്യുമെൻറ്റിൽ മൊത്തത്തിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ ഉപയോഗിക്കുന്ന MS വേർഡിൻ്റെ ഫീച്ചർ ഏതാണെന്നാണ് ചോദ്യം. ഫുഡ് ലൈൻ എന്ന് പറയുന്ന ഫീച്ചർ ആയിരിക്കത്തില്ല, കമൻ്റ് അല്ല, ബുക്ക് മാർക്ക് അല്ല, എന്തായിരിക്കും വരിക? ഹെഡർ ആൻഡ് ഫൂട്ടർ ആയിരിക്കും. ഓക്കെ, ഹെഡറും ഫൂട്ടറും കൊടുത്തു കഴിഞ്ഞാൽ, ഹെഡർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതിനെയാണ് ഹെഡർ എന്ന് വിളിക്കുക, അതിൻ്റെ ബോട്ടത്തിൽ വരുന്നതിനാണ് ഫൂട്ടർ എന്ന് വിളിക്കുക. ഓക്കെ, നമ്മൾ ഒറ്റ പേജിൽ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ വരുന്നത് ഇൻസേർട്ട് മെനു എന്നാണ് എന്ത് ചെയ്യുക? ഹെഡറും ഫൂട്ടറും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹെഡർ എന്താണോ ഹെഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഫൂട്ടർ എന്താണോ ഫൂട്ടർ കൊടുക്കാം. പേജ് നമ്പറൊക്കെയാണ് ഫൂട്ടറായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേരോ എന്തെങ്കിലും പേര് എന്ത് ഡേറ്റ വേണമെങ്കിലും അതിനകത്ത് കൊടുക്കാൻ പറ്റും. ആ കൊടുക്കുന്ന ഡേറ്റ ആ എത്ര പേജസ് ഉണ്ടോ അത്രയും പേജസിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരും. ഓക്കെ, ഇത് ആൻസർ എന്തായിരിക്കും വരിക? ഹെഡർ ആൻഡ് ഫൂട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following action is more suitable if a user wants to check how the worksheet will look on paper before actually printing so that further editing can be done if alignment is poor? നമ്മളൊരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്ഷൻ എന്താണെന്നാണ് ചോദ്യം. അതായത് നമുക്കത് നമ്മൾ ചെയ്ത അലൈൻമെൻറ്റൊക്കെ കറക്റ്റാണോ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ, ഒന്ന് വെരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആക്ഷൻ എന്താണെന്നാണ് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് അറിയാം ഫ്രീസ് പെയിൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തെ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസ് പെയിൻസ് യൂസ് ചെയ്യുക. ക്ലിയർ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ക്ലിയറായി പോകും. അതും നമ്മുടെ ആൻസറല്ല വരുന്നത്. യൂസ് ഓട്ടോ സം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ്. ജസ്റ്റ് സെല്ല് സെലക്ട് ചെയ്ത് ഓട്ടോ സം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യും. അതുമല്ല നമ്മുടെ ഫീച്ചർ എന്തായിരിക്കും? യൂസ് പ്രിൻ്റ് പ്രിവ്യൂ മെത്തേഡായിരിക്കും. അപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രിൻ്റ് പ്രിവ്യൂ എടുത്തിട്ട് ഇതൊന്ന് വെരിഫൈ ചെയ്യും, ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോന്നും നമ്മൾ അലൈൻമെൻറ്റൊക്കെ കറക്റ്റ് ആണോന്നും വെരിഫൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഫീച്ചറാണ് യൂസ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When formatting text in MS Word, what is the main purpose of using the Format Painter tool in the clipboard group? ഇപ്പോൾ ക്ലിപ്ബോർഡിനകത്ത് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ടൂളിൻ്റെ ആ ഒരു സിമ്പൽ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ആൻഡ് ഇതുപോലത്തെ ഒരു സിമ്പലായിരിക്കും വരിക. ഒരു ബുക്കിൻ്റെ പടം അല്ലെങ്കിൽ ഒരു സിംഗിൾ പേജ് വരച്ചപ്പോൾ തെറ്റിപ്പോയി. ഒരു സിംഗിൾ പേജായിരിക്കും, ഒരു പേജിൻ്റെ പടമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിൻ്റെ യൂസ് എന്താണെന്നാണ്. ഓപ്ഷൻ എ, ടു ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ് ഇൻ ടു അനദർ ലാംഗ്വേജ്.
to copy formatting from one part of text and apply to another, to insert pictures into the document, to remove all formatting from the document. എന്തായിരിക്കും ആൻസർ? ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത് ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ പാർട്ട് ഓഫ് ടെക്സ്റ്റ് ആൻഡ് അപ്ലൈ ഇറ്റ് ടു അനദർ. നമ്മൾ ഒരിടത്തുനിന്ന് കോപ്പി ചെയ്ത സാധനം അപ്പുറത്തോട്ട് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ ടൂള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് പെയിൻറ്റർ ടൂൾ യൂസ് ചെയ്യുന്നത് ഒരിടത്തുനിന്ന് കോപ്പി ചെയ്യുന്ന സാധനം അപ്പുറത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാനായിരിക്കും. നമുക്കറിയാം സാധാരണ നമ്മൾ ചെയ്യുന്നത് കട്ട് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാന്നിടത്ത് വരുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സിസറിൻ്റെ സിമ്പിളായിരിക്കും വരിക, ഇങ്ങനെ ഒരു സിസറിൻ്റെ സിമ്പിളായിരിക്കും വരിക. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാക്കണം, അത് കട്ട് ചെയ്യുകയാണ്. കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പേജ് ഇതുപോലൊരു ഇമേജ് ആയിരിക്കും എന്ത് വരിക, കോപ്പി ചെയ്യുന്നതിന് വരിക. അപ്പോൾ ഒരിടത്തുനിന്ന് കോപ്പി ചെയ്തിട്ട് മറ്റിടത്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് പെയിൻറ്റർ ടൂള് യൂസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അപ്പോൾ ഇനി ആ പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ എന്തായിരിക്കും ഉപയോഗിക്കുക? പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ ഒരു ഇമേജിൻ്റെ പടം ഉണ്ടായിരിക്കും, ജസ്റ്റ് ഒരു പടം ഉണ്ടായിരിക്കും, അവിടെ മുകളിൽ ഒരു പ്ലസ് സിമ്പിൾ കാണും, അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും ഒരു പ്ലസ് സിമ്പിൾ ഉണ്ടായിരിക്കും. ഇതായിരിക്കും സാധാരണ രീതിയിൽ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വരുന്നത്. ടു റിമൂവ് ഓൾ ഫോർമാറ്റിംഗ് ഫ്രം ദ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യുന്ന അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ എക്സൽ റീകാൽക്കുലേറ്റ്സ് ഫോർമുലാസ് when a value in a reference cell is changed? ഒരു റെഫറൻസ് സെല്ലിലെ വാല്യൂ ചേഞ്ച് ചെയ്താൽ എക്സൽ എങ്ങനെയാണ് അത് റീകാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ആണ് ചോദ്യം. ഓപ്ഷൻ എ ഉണ്ട്, ഫോർമുലാസ് മസ്റ്റ് ബി ടൈപ്ഡ് അഗെയിൻ മാനുവലി. ഓപ്ഷൻ ബി, എക്സൽ ഓട്ടോമാറ്റിക്കലി റീകാൽക്കുലേറ്റ്സ് ഓൾ ഡിപ്പെൻഡൻറ്റ് ഫോർമുലാസ്. only the last formula entered is recalculated. Excel recalculates formula only when the workbook is closed. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു എക്സൽ ഷീറ്റിൻ്റെ ഒരു എക്സൽ ഷീറ്റ് നോക്കാം. നേരത്തെ ഞാൻ വരച്ച അതേ എക്സൽ ഷീറ്റ് തന്നെയാണിത്. ഇതാണ് ഒരു എക്സൽ ഷീറ്റിൻ്റെ ഒരു നോർമൽ കേസ്. നമുക്കറിയാം ഇതിനകത്ത് വെർട്ടിക്കലി വരുന്നത് കോളങ്ങളായിരിക്കും. കോളങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫബറ്റുകൾ വെച്ചിട്ടായിരിക്കും. എ ബി സി ഡി എന്ന ആൽഫബറ്റ് അവിടെ ഇസഡ് എ ബി സി ഡി ഇസഡ് വരെ പോവും. ഇസഡ് കഴിഞ്ഞാൽ എ ബി എ സി അങ്ങനെ നമുക്ക് പോവും. ഇവിടെ 1 2 3 നമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ജോയിനിങ്ങിനെ, അതായത് ആ ഒരു റോയുടെയും കോളത്തിൻ്റെയും ആ ഒരു കോമ്പിനേഷൻ വരുന്ന ആ ഒരു ചെറിയ സ്പേസിന് വിളിക്കുന്ന പേരാണ് സെൽ എന്ന് പറയും. ഓക്കെ, ഈ സെല്ലുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൽ റെഫറൻസ് യൂസ് ചെയ്യുക. സെൽ റെഫറൻസ് യൂസ് ചെയ്യുക. സെൽ റെഫറൻസ് നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പിലാണ് വരിക. ഒന്നെന്ന് പറയുന്നത് റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് വരും. രണ്ടാമത്തെയാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയും. മൂന്നാമതാണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയും. അങ്ങനെ 3 രീതിയിലാണ് നമുക്ക് സെൽ റെഫറൻസ് ഉണ്ടായിരിക്കുക. റിലേറ്റീവ് ഉണ്ടാവാം, അതുപോലെ അബ്സല്യൂട്ട് ഉണ്ടാവാം, മിക്സഡ് ഉണ്ടാവാം. ഓക്കെ, ഈ ഒരു സെൽ റെഫറൻസ് വരുമ്പോൾ ഈ സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പൊതുവേ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോളം ഏതാണെന്ന് എഴുതുക, അതിനുശേഷം അതിൻ്റെ റോയുടെ നമ്പർ എഴുതുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെല്ലെന്ന് പറഞ്ഞാൽ B4 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് വരുന്നത് എന്തായിരിക്കും, എൻ്റെ പേര് C ആണ്, അപ്പോൾ C5 എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ A1 ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ D6 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളൊരു ഫോർമുല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം യൂസ് ചെയ്യാമെന്ന് കരുതുക. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ മാർക്ക് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടെന്ന് കരുതുക.
ആണ്ട് ഒന്ന് മാർക്ക് 1 ഒന്നാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് 2 രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ മാർക്ക് 3 അങ്ങനെ 10, 20, 30, 11, 21, 31, 12, 12, 22, 32 ഉണ്ടെന്ന് കരുതാം. എനിക്കിവിടെ ടോട്ടൽ കണ്ടുപിടിക്കാനുള്ള ഒരു കോളമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഈ 3 സെല്ലിലെ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ അവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ ആ ഫോർമുല എങ്ങനെ ആയിരിക്കും? എന്താ വരിക? A1-നകത്തുള്ള ഡേറ്റ A2-നകത്തുള്ള ഡേറ്റ പ്ലസ് B2-നകത്തുള്ള ഡേറ്റ പ്ലസ് C2-നകത്തുള്ള ഡേറ്റ എന്നായിരിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഇതായിരിക്കും, ഈക്വൽ ടു A2 പ്ലസ് B2 പ്ലസ് C2 എന്ന ഫോർമുല അടിച്ചിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ എനിക്കിവിടെ ഇത് 3 കൂടെ കൂട്ടിയ സമ്മായിരിക്കും കിട്ടുക. എനിക്ക് കിട്ടുന്നത് 60 എന്നായിരിക്കും ഒരു സമ്മ് കിട്ടുക. ഇനി ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്ലസ് സിമ്പിൾ വരും. ആ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഫോർമുല മാറ്റാതെ തന്നെ ഓരോടത്തെയും സമ്മ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോൾ എത്ര കിട്ടും? അത് 63 എന്ന് കിട്ടും. ഇവിടെ വരുമ്പോൾ 66 എന്ന് കിട്ടും. സെയിം സാധനം തന്നെ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തോളും? അവിടെ ഇക്വേഷൻ മാറും. A3 പ്ലസ് B3 പ്ലസ് C3 എന്നാവും. ഇവിടെ വരുമ്പോൾ A4 പ്ലസ് B4 പ്ലസ് C4 എന്നായിരിക്കും വരിക. നമ്മളായിട്ട് ചെയ്യേണ്ട, അത് എക്സൽ തന്നെ എന്ത് ചെയ്തോളും? ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ എക്സൽ റീകാൽക്കുലേറ്റ് ഫോർമുല. നമ്മൾ ഫോർമുലാസ് റീകാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ബെസ്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. ആൻസർ ഇതായിരിക്കും വരിക. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. എക്സൽ ഓട്ടോമാറ്റിക്കലി റീകാൽക്കുലേറ്റ്സ് ഓൾ ഡിപ്പെൻഡൻറ്റ് ഫോർമുലാസ്. എല്ലാത്തിനെയും എക്സൽ തന്നെ എന്ത് ചെയ്തോളും? ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തോളും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Dash is a word processing tool for creating different type of documents that are used in work and school environments. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസിലും സ്കൂളിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസ്സിംഗ് ടൂൾ ഏതാണെന്നാണ് ചോദ്യം. മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ആണ് ഒന്നാമത്തെ ഓപ്ഷൻ. ഇത് നമുക്ക് PPT പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതല്ല ആൻസർ. പിന്നെ വരുന്നത് മൈക്രോസോഫ്റ്റ് വേർഡാണ്. നമ്മുടെ പ്രോപ്പർ ആൻസർ വരിക. നോട്ട് പാഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട്സ് ടേക്ക് ചെയ്യാനായിട്ട്, റൈറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞാൽ വർക്ക് ബുക്കുകൾ, വർക്ക് ഷീറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് മൈക്രോസോഫ്റ്റ് വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ MS വേർഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ പ്രൊഫഷണൽ ഇമെയിൽസ് വിച്ച് റൈറ്റിംഗ് സ്റ്റൈൽ ഈസ് ജനറലി കൺസിഡേർഡ് റൂഡ് ആൻഡ് ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ പ്രൊഫഷണൽ ഇമെയിലുകൾ അയക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടതല്ലാത്ത കാര്യം എന്താണെന്നാണ്, അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യം എന്താണെന്നാണ്, അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്നാണ് നോക്കുക. ബോൾഡ് ടെക്സ്റ്റ് ടു ഹൈലൈറ്റ് കീ ഇൻഫർമേഷൻ. അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു മെത്തഡാണ്. ബോൾഡാക്കി ഹൈലൈറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷനെ ബോൾഡായിട്ട് കാണിക്കുക. അത് പെട്ടെന്ന് നമ്മുടെ ആ ഒരു വ്യൂ, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു അത് കണ്ട് അട്രാക്റ്റീവ് ആവാൻ, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ല കാര്യമാണ്, ഓക്കെയാണ്. യൂസ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഫോർ ഇംപ്രൂവിങ് റീഡബിലിറ്റി. ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടി എഴുതാതെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബുള്ളറ്റുകളായിട്ട് ചെറിയ ഡോട്ടൊക്കെ ഇട്ട് കാണിക്കുകയാണെങ്കിൽ അതും നല്ല കാര്യമാണ്. അതും അല്ല ആൻസറായിട്ട് വരിക. പിന്നെ വരുന്ന യൂസിങ് ഇറ്റാലിക്സ് ടു ഇൻഡിക്കേറ്റ് ദ നോൺ ഇംഗ്ലീഷ് വേർഡ്സ്. ഇംഗ്ലീഷ് വേർഡ്സുകൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഇറ്റാലിക്സിൽ ചെയ്യുക. അപ്പോൾ അതും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിപ്പെടുന്ന ഒരു കാര്യമാണ്, അതും നല്ല കാര്യമാണ്. പിന്നെ വരുന്ന ഓപ്ഷൻ ഡി ആണ്, യൂസിങ് ഓൾ ക്യാപ്സ് ഫോർ ദ എൻ്റയർ ഇമെയിൽ. എല്ലാ ഇമെയിലും, അല്ലെങ്കിൽ എടുക്കുന്ന ആ ഇമെയിൽ അയക്കുന്ന ഡോക്യുമെൻ്റ്, അതിൻ്റെ കണ്ടൻറ്റ് എന്താണോ, സബ്ജക്റ്റ് എന്താണോ, ആ കാര്യങ്ങളെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മോശം പ്രവൃത്തിയാണ്. അപ്പോൾ അതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു റൂഡായിട്ടുള്ള പ്രാക്ടീസായിട്ട് കണക്കാക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ്. ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾഡാക്കി കാണിക്കുക, അല്ലെങ്കിൽ ഇറ്റാലിക്സിൽ കാണിക്കുക. പിന്നെ നമ്മുടെ റീഡബിലിറ്റി കൂട്ടാൻ, അല്ലെങ്കിൽ വലിച്ചു വാരി എഴുതിക്കാതെ എന്ത് ചെയ്താൽ മതി, ബുള്ളറ്റുകളായിട്ടോ നമ്പറിങ് ഇട്ടിട്ട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ യു പ്രൊട്ടക്റ്റ്
എ വർക്ക് ബുക്ക് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ഇൻ എക്സൽ. എക്സലിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ബുക്ക് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു വർക്ക്ഷീറ്റോ വർക്ക് ബുക്കോ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ്. മറ്റൊരാൾ ആക്സസ് ചെയ്യാത്ത രീതിയിൽ അൺഓതറൈസ്ഡ് ആക്സസ് ഒഴിവാക്കാനായിട്ട് എന്ത് മാർഗം സ്വീകരിക്കാമെന്നാണ് ചോദ്യം. ബൈ സെറ്റിംഗ് എ പാസ്വേഡ് ഓൺ ദ വർക്ക് ബുക്ക്, ബൈ ഹൈഡിങ് ദ വർക്ക്ഷീറ്റ്, ബൈ അപ്ലൈങ് സെൽഫ് പ്രൊട്ടക്ഷൻ, ബൈ യൂസിങ് ദ ഹൈഡ് വർക്ക് ബുക്ക് ഫീച്ചർ. ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ആൻസർ ഏതാണ് അത് സെലക്ട് ചെയ്യുക. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് എ പാസ്വേഡ് ഓൺ ദ വർക്ക് ബുക്കിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളല്ലാതെ ആ പാസ്വേഡ് അറിയാവുന്ന ആളുകൾക്കല്ലാതെ മറ്റൊരാൾക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ചേഞ്ചസ് വരുത്താനും പറ്റത്തില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കീബോർഡ് ഷോർട്ട് കട്ട് ഈസ് യൂസ്ഡ് ടു ലോക്ക് എ വിൻഡോസ് കമ്പ്യൂട്ടർ. വിൻഡോസ് കമ്പ്യൂട്ടർ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ കീ കോമ്പിനേഷൻ ഏതാണെന്നാണ് ചോദ്യം. ഇപ്പോൾ നോക്കാം, കൺട്രോൾ എൽ ഉണ്ട്, കൺട്രോൾ പ്ലസ് എൽ ഉണ്ട്, വിൻഡോസ് പ്ലസ് എൽ ഉണ്ട്, ഓൾട്ട് പ്ലസ് എൽ, ഓപ്ഷൻ ഡി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൽ. ഇപ്പോൾ വിൻഡോസ് ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷൻ എല്ലാവരും പറഞ്ഞോട് ബി ആണ്. ഓക്കെ, ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ നോക്കുക, കൺട്രോൾ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും യൂസ് ചെയ്യുക? അറിയാമെന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തോ. കൺട്രോൾ പ്ലസ് എൽ എന്തിനായിരിക്കും യൂസ് ചെയ്യുക? കൺട്രോൾ പ്ലസ് എല്ല് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ബ്രൗസറിനകത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രൗസർ വിൻഡോ ഇരുന്നിട്ട് അവിടുത്തെ അഡ്രസ് ബാർ ഓപ്പൺ ചെയ്യാനാണ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? കൺട്രോൾ പ്ലസ് എല്ല് യൂസ് ചെയ്യുക. സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് എല്ല് യൂസ് ചെയ്യുക. ഓൾട്ട് പ്ലസ് എല്ല് യൂസ് ചെയ്യുന്നത് സെയിം അഡ്രസ് ബാർ ആക്ടിവേറ്റ് ചെയ്യാനായിരിക്കും. ആക്ടിവേറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? ഓൾട്ട് പ്ലസ് എൽ. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണേ. കൺട്രോൾ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ അഡ്രസ് ബാർ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ. ഓൾട്ട് പ്ലസ് എൽ എന്ന് പറയുന്നത് അഡ്രസ് ബാർ ആക്ടിവേറ്റ് ചെയ്യാൻ. അതുപോലെ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൽ എന്ന് പറയുന്നത് ബുള്ളറ്റിംഗ് ചെയ്യാൻ. നമ്മൾ വേർഡിനകത്തോ അല്ലെങ്കിൽ വേർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡിനകത്താണെങ്കിൽ ബുള്ളറ്റിംഗ് ചെയ്യാനും, അതുപോലെ എക്സലിനകത്താണെങ്കിൽ ഫിൽട്ടർ ചെയ്യാനും, ടോഗിൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ടോഗിൾ ഫിൽട്ടർ ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ കൺട്രോൾ പ്ലസ് എൽ എന്ന് പറഞ്ഞത് അഡ്രസ് ബാർ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാൻ. കൺട്രോൾ പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ ഓൾട്ട് പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ അഡ്രസ് ബാർ ആക്ടിവേറ്റ് ചെയ്യാനും. കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ വേർഡിനകത്താണെങ്കിൽ ബുള്ളറ്റിംഗ് ചെയ്യാനും, അതുപോലെ എക്സലിനകത്താണെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ, ടോഗിൾ ഫിൽട്ടർ ചെയ്യാനും യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫയൽ ഫോർമാറ്റ് ഈസ് യൂസ്ഡ് ടു സേവ് MS PowerPoint ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റുകൾ ഇത് ഇവിടെ ഇല്ലാത്തതാണേ. PowerPoint ടെംപ്ലേറ്റുകളുടെ ഫയൽ എക്സ്റ്റൻഷൻ എന്താണെന്നാണ് ചോദ്യം. PPTX ഉണ്ട്, POTX ഉണ്ട്, PPMX ഉണ്ട്, PPSX ഉണ്ട്. .PPTX, .POTX, .PPMX, .PPSX. ഓക്കെ, നമുക്കറിയാം ഫയൽ ടെംപ്ലേറ്റുകളാണ് വരുന്നതെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. .POTX എന്ന് പറയുന്നത്. ഇനി ഫയൽ PowerPoint പ്രസൻറ്റേഷൻ അങ്ങനെ ആ ഒരു ഫയലിൻ്റെ PPT ഫയലിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് .PPTX എന്നായിരിക്കും. ഇങ്ങനൊരു ഫോർമാറ്റ് നമുക്കില്ല. പിന്നെ വരുന്നത് .PPSX ആണ്. PowerPoint ഷോ എന്നാണ് അതിൻ്റെ ഷോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷനാണ്
PPSX എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ഇൻ മോസ്റ്റ് യുണിക് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻ MD ഫയൽ ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഓൾറെഡി എക്സിസ്റ്റ്. ഒരു MD ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദ്യം. ലിനക്സിനകത്ത് യുണിക്സിനകത്തൊക്കെ ഉപയോഗിക്കുന്ന, ഇത് റെപ്പിറ്റീഷനാണ്, ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഇൻ യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതാം. ലിനക്സ് എന്ന് പറയുന്നുണ്ട്, ഉബുണ്ടു, ഇതെല്ലാം പലതരത്തിലുള്ള യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഒരു MD ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദ്യം. .cp എന്ന് പറഞ്ഞാൽ ചേഞ്ച്, നമ്മുടെ കറണ്ട് ഇതെന്താണോ, പൊസിഷൻ എന്താണോ അത് ചേഞ്ച് ചെയ്യാനാണ് CP യൂസ് ചെയ്യുക. MKDIR എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുക. MK ഫയൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാധനം ഇല്ല. പിന്നുള്ള ഏതാ ഫയൽ? ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ പഠിച്ചു വയ്ക്കുക. ആൻഡ് CP ഇല്ല കേട്ടോ, CD ആണ്, ചേഞ്ച് ഡയറക്ടറി എന്ന് പറയും. അതുപോലെ കറണ്ട് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടും CP യൂസ് ചെയ്യാം. MKDIR ഉണ്ട്. MKDIR എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാം. ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഫയലുകൾ അടങ്ങിയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫോൾഡറോ അങ്ങനെയുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാം? MKDIR ഉപയോഗിക്കാം. അതിനെ റിമൂവ് ചെയ്യാൻ RMDIR യൂസ് ചെയ്യാം. ഇപ്പോൾ ടച്ച് എന്ന് പറയുന്ന കമാൻഡാണ്. കമാൻഡിൻ്റെ പേര് നോക്കി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രയാസമായിരിക്കും, പഠിച്ചു വെച്ചോണം. ഒരു MD ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലിനക്സ് കമാൻഡാണ്, അല്ലെങ്കിൽ യുണിക്സ് ബേസ്ഡ് കമാൻഡാണ് ടച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ MS Excel, what is a Microsoft Excel formula to create an absolute cell reference to cell B2? സെൽ B2ൽ ഒരു അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണെന്നാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സെൽ റെഫറൻസിൻ്റെ കേസ് പറഞ്ഞപ്പോൾ 3 തരത്തിലുള്ള സെൽ റെഫറൻസ് ഉണ്ട്. ഒന്നാമത്തെയാണ് റിലേറ്റീവ് എന്ന് പറയും. റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ B2 എന്നുള്ളൊരു സെല്ലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് സെൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ B2 എന്ന് തന്നെ ആയിരിക്കും. ഇനി അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഡോളർ സിമ്പിൾ കൊടുക്കുകയാണെങ്കിൽ B2നെ $B എന്നും $2 എന്നും കൊടുത്തെഴുതുകയാണെങ്കിൽ അതിനെയാണെന്ന് വിളിക്കുക അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് വിളിക്കുക. മൂന്നാമത്താണ് മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയും. മിക്സഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഡോളർ സിമ്പിൾ കൊടുക്കുക. ഒന്നിൽ $B2 എന്നോ അല്ലെങ്കിൽ $2 എന്നോ കൊടുക്കുക. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ B2 മാറി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ B3 എന്നോ B4 എന്നോ B5 എന്നോ ഒക്കെ ആക്കാൻ പറ്റും. അബ്സല്യൂട്ട് ആകുമ്പോൾ ഇത് ലോക്ക്ഡ് ആയിരിക്കും, ഇത് ചേഞ്ച് ചെയ്യത്തില്ല. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് മാറ്റിയാൽ പോലും അത് ചേഞ്ച് ചെയ്യത്തില്ല. അതാണ് അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. മിക്സഡ് എന്ന് പറഞ്ഞാൽ ഏതാണോ ഡോളർ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് അത് മാത്രം ലോക്ക് ചെയ്തിരിക്കും, ബാക്കി ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ $B എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും. ഇത് മാത്രം 2 മാത്രം മാറ്റി 3 ആക്കാം, അത് വേണമെങ്കിൽ 1 ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഇവിടെ വരുമ്പോൾ B ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ $2 ഫിക്സഡ് ആയിരിക്കും. ഇത് $2 എന്നോ $2 എന്നോ അല്ലെങ്കിൽ $2 എന്നോ ഒക്കെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് ഏതായിരിക്കും? ആൻസർ വരിക അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആണെങ്കിൽ ആൻസർ വരുന്നത് $B $2 എന്നായിരിക്കും. കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ MS Word 365, where is the position of menu bar with respect to title bar? ടൈറ്റിൽ ബാറിൻ്റെ എവിടെയാണ് മെനു ബാർ കാണപ്പെടുന്നതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കുക. മെനു ബാർ ഈസ് ലൊക്കേറ്റഡ് എബോവ് ദ ടൈറ്റിൽ ബാർ, അതല്ല ആൻസർ. മെനു ബാർ ഈസ് ലൊക്കേറ്റഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ടൈറ്റിൽ ബാർ, അതുമല്ല ആൻസർ. ആൻസർ എന്തായിരിക്കും? മെനു ബാർ ഈസ് ലൊക്കേറ്റഡ് ടു ദ റൈറ്റ് ഓഫ് ദ ടൈറ്റിൽ ബാർ, അതല്ല ആൻസർ. ആൻസർ എന്തായിരിക്കും? മെനു ബാർ ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ടൈറ്റിൽ ബാർ. അപ്പോൾ എപ്പോഴും ടൈറ്റിൽ ബാറിൻ്റെ താഴെ ആയിരിക്കും മെനു ബാർ ഉണ്ടായിരിക്കുക. ഇവിടെ ആൻസർ വരുന്നത് മെനു ബാർ ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ടൈറ്റിൽ ബാർ എന്നായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a long MS Word document, a specific character style has been applied to multiple instances of a product name. If the font and color of all instances need to be changed, what is the most efficient method? Option നോക്കുക. Use the find and replace function with the formatting options. Manually select each instance and apply new formatting. Use format painter to copy formatting from one instance to another.
ഓപ്ഷൻ ഡി മോഡിഫൈ ദ ക്യാരക്ടർ സ്റ്റൈൽ ഡെഫിനിഷൻ. ഏതായിരിക്കും ആൻസർ വരിക? എന്തായിരിക്കും ആൻസർ വരിക? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഇൻ എ ലോങ് MS Word ഡോക്യുമെൻറ്റ്, വലിയൊരു ഡോക്യുമെൻറ്റിൽ എ സ്പെസിഫിക് ക്യാരക്ടർ സ്റ്റൈൽ ഹാസ് ബീൻ അപ്ലൈ ടു മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് എ പ്രോഡക്റ്റ് നെയിം. ഒരു പ്രോഡക്റ്റ് നെയിമിൻ്റെ പല സ്ഥലങ്ങളിൽ, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പല പല സ്ഥലങ്ങളിൽ, പല പല സാഹചര്യങ്ങളിൽ നമ്മൾ ഒരേ സ്പെസിഫിക് ക്യാരക്ടർ സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ദ ഫോൺ ആൻഡ് കളർ ഓഫ് ഓൾ ഇൻസ്റ്റൻസസ് നീഡ് ടു ബി ചേഞ്ച്ഡ്. അതിൻ്റെ എല്ലാ ഇൻസ്റ്റൻസിലും എവിടെയൊക്കെ ആ പേരുണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ പേരുണ്ടോ അതിൻ്റെ ഫോണ്ടും അതിൻ്റെ സ്റ്റൈലും നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഫോണ്ടും കളറും ചേഞ്ച് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നാണ്. ഓപ്ഷൻ നോക്കാം. യൂസ് ദ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഫംഗ്ഷൻ വിത്ത് ഫോർമാറ്റിംഗ് ഓപ്ഷൻ. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് കഴിഞ്ഞാൽ പേര് മാത്രമേ മാറ്റാൻ പറ്റൂ, നമുക്ക് അതിൻ്റെ സ്റ്റൈലോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതല്ല ആൻസർ വരിക. മാനുവലി സെലക്ട് ഈച്ച് ഇൻസ്റ്റൻസ് ആൻഡ് അപ്ലൈ ന്യൂ ഫോർമാറ്റിംഗ്. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷേ അത് എന്താ പറയുക, അത് അങ്ങനെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം വലിയൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 10 100 പേജുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ എല്ലാ പേജിലും 2-3 തവണ ഈ ഒരു പേര് ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ മാനുവലി അത് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുമല്ല വരുന്നത്. പിന്നെ വരുന്നത് എന്താ, യൂസ് ഫോർമാറ്റ് പെയിൻറ്റർ ടു കോപ്പി ഫോർമാറ്റിംഗ് ഫ്രം വൺ ഇൻസ്റ്റൻസ് ടു അതർ. ഫോർമാറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മോഡിഫൈ ദ ക്യാരക്ടർ സ്റ്റൈൽ ഡെഫിനിഷൻ. അതിൻ്റെ സ്റ്റൈൽ ഡെഫിനിഷൻ അത് പോയി ചേഞ്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ആ വേർഡ് യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ആ ഒരു ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ MS Word 365, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ടെമ്പററി സേവ് ടെക്സ്റ്റ് വെൻ കോപ്പിഡ് ഓർ കട്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്ന ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് താൽക്കാലികമായിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതെന്നാണ് ചോദ്യം. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു, ഒരു കത്രികയുടെ പടം കാണുമല്ലോ, ഒരു കത്രികയുടെ പടം ഉണ്ടാവും, പിന്നെ ഇതുപോലുള്ള ആ ഒരു ചെറിയ ഒരു ടെക്സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ പേപ്പറിൻ്റെ പടം ഉണ്ടാവും. നമ്മൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ചെയ്യുക, കട്ട് ചെയ്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് എന്തായിരിക്കും, ഇത് അതുപോലെ കോപ്പി ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താൽക്കാലികമായിട്ടൊരു മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. ആ മെമ്മറി വിളിക്കുന്ന പേരാണ് ക്ലിപ്പ് ബോർഡ് എന്ന് വിളിക്കും. ആൻസർ എന്തായിരിക്കും? ക്ലിപ്പ് ബോർഡ്. ഓക്കെ, കോപ്പി ബോർഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാറില്ല. ഓപ്ഷൻ സി തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ക്ലിപ്പ് ബോർഡായിരിക്കും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കീബോർഡ് ഷോർട്ട് കട്ട് ഓപ്പൺസ് ദ വിൻഡോസ് 11 സെറ്റിംഗ്സ് മെനു. വിൻഡോസ് 11 സെറ്റിംഗ്സ് മെനു ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ കീ കോമ്പിനേഷൻ ഏതാണെന്നാണ് ചോദ്യം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. വിൻഡോസ് +S എന്ന് പറഞ്ഞാൽ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വിൻഡോസ് +X എന്ന് പറയുന്നത്. അതുപോലെ Ctrl+Shift+Escape എന്ന് പറഞ്ഞാൽ ടാസ്ക് ബാർ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് Ctrl+Shift+Escape എന്ന് പറയുന്നത്. അതുപോലെ Alt+Tab എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വിൻഡോസ് നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ അതിനെ തമ്മിൽ സ്വിച്ച് ചെയ്യിക്കാൻ ആണ് എന്തുപയോഗിക്കുക? Alt+Tab ഉപയോഗിക്കുക. വിൻഡോസ് ലെവലിൽ സെറ്റിംഗ്സ് മെനു ഓപ്പൺ ആക്കാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ഷോർട്ട് കട്ടാണ് Windows+I എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. In which version of Windows was the Start menu first introduced?
ഏത് വിൻഡോസ് വേർഷനിലാണ് സ്റ്റാർട്ട് മെനു ആദ്യം വന്നതെന്നാണ് ചോദ്യം. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോഴേ അറിയാം, വിൻഡോസ് 7ഉം വിൻഡോസ് 10 ഒക്കെ ലേറ്റസ്റ്റ് വേർഷനാണ്, അതിനകത്തായിരിക്കത്തില്ല. എൻ്റെ ഒരു വിൻഡോസ് 95ഉം വിൻഡോസ് XP ആണ് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നത്. ബാക്കി രണ്ടും കട്ട് ചെയ്ത് കളയാം. ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് വിൻഡോസ് 95ഉം വിൻഡോസ് XP ആയിരിക്കും. അതിനകത്ത് തന്നെ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണേ. അപ്പോൾ വിൻഡോസ് 95ലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് മെനു വന്നത്. വിൻഡോസ് XP എന്നൊക്കെ പറഞ്ഞാൽ വിൻഡോസ് 10ൻ്റെ വേറൊരു പേരാണേ, XP. വിൻഡോസ് 10 ഉണ്ടായിരുന്നു, വിൻഡോസ് XP ഉണ്ടായിരുന്നു. XPക്ക് ശേഷമാണ് വിൻഡോസ് 7 വരുന്നത്. പിന്നെന്ത് വരും? വിൻഡോസ് 10 എന്ന പേര് തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ലേറ്റസ്റ്റ് വേർഷനാണ്. വിൻഡോസ് 10, 7, വിൻഡോസ് XP ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. 7 നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വിൻഡോസ് 10 ഒക്കെ നമ്മളിപ്പോഴും പലയിടത്തും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോസിൻ്റെ വേർഷൻ ഏതായിരിക്കും? അറിയാമെന്ന് കമൻറ്റ് ചെയ്തേ. വിൻഡോസ് 10 ആണോ, വിൻഡോസ് 11 ആണോ, വിൻഡോസ് 12 ആണോ, ഏതാണ് ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ്? ഓക്കെ, ഞാൻ പറഞ്ഞതിനകത്ത് ആരും വീണില്ല, ബോധപൂർവ്വം പറഞ്ഞാണ് 12 എന്നുള്ളത്. വിൻഡോസ് 11 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വിൻഡോസിൻ്റെ വേർഷൻ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മിക്സഡ് സെൽ റെഫറൻസ് ഇൻ MS Excel? മിക്സഡ് സെൽ റെഫറൻസ് ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാണ്, രണ്ടിടത്തും ഡോളർ സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അബ്സല്യൂട്ട് സെൽ റെഫറൻസ് ആയിരിക്കും. ഒരിടത്തും വന്നില്ലെങ്കിൽ അതെന്തായിരിക്കും? റിലേറ്റീവ് സെൽ റെഫറൻസ് ആയിരിക്കും. ഇനി ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മിക്സഡ് സെൽ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഇതെന്തായിരിക്കാം? ഇത് MS Excel യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്, ഈസിക്കൽ ടു സം A1:A5 എന്ന് പറയുന്നത്. അതായത് A1 തൊട്ട് A5 വരെയുള്ള സെല്ലുകളിൽ എഴുതിയിരിക്കുന്ന ഡേറ്റാസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്തൊരു ചോദ്യം, ഇഫ് യു വാണ്ട് ടു റൊട്ടേറ്റ് ടെക്സ്റ്റ് ബൈ 90 ഡിഗ്രി സോ ദാറ്റ് ഇറ്റ് അപ്പിയേഴ്സ് വെർട്ടിക്കൽ. 90 ഡിഗ്രി ഒരു ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ അത് വെർട്ടിക്കലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. വിച്ച് ഓറിയൻറ്റേഷൻ ഓപ്ഷൻ ഷുഡ് യു ചൂസ്? നമ്മൾ ഏത് ഓറിയൻറ്റേഷൻ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെന്ന്? ആംഗിൾ കൗണ്ടർ ക്ലോക്ക് വൈസ്, ആംഗിൾ ക്ലോക്ക് വൈസ്, റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ്, റൊട്ടേറ്റ് ടെക്സ്റ്റ് ഡൗൺ. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്താ? സാധാരണ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ചെയ്യുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തെ നേരെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എന്തായി? ക്ലോക്ക് വൈസ് ആയി. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ തിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനത്തെ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനത്തെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അതിനെ ക്ലോക്ക് വൈസ് എന്ന് വിളിക്കാം. ഇങ്ങനെ സാധനത്തെ ഞാൻ ഇങ്ങോട്ടാണ് തിരിക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഇങ്ങോട്ടാണ് തിരിക്കുന്നതെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും. അതിനെ എതിര് തിരിക്കുകയാണെങ്കിൽ അത് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരിക്കും. നമുക്ക് വേണ്ട എന്താ? അത് 90 ഡിഗ്രിയിൽ കാണണം, അത് വെർട്ടിക്കലായിട്ട് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതായിരിക്കും? കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും എയും ബിയും അല്ല ആൻസർ. പിന്നെ വരുന്ന ഏതാ? സി അല്ലെങ്കിൽ ഡി ആയിരിക്കും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക, റൊട്ടേറ്റ് ടെക്സ്റ്റ് അപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ സോർട്ട് ഫീച്ചർ ഇൻ MS Word. MS Wordനകത്ത് സോർട്ട് ഫീച്ചറിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ബെസ്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. ദ സോർട്ട് കമാൻഡ് ഈസ് യൂസ്ഡ് ഓൺലി ടു സോർട്ട് നമ്പേഴ്സ് സോർട്ട് ചെയ്യാൻ മാത്രമാണ് സോർട്ട് കമാൻഡ് യൂസ് ചെയ്യുക. അതല്ല ആൻസർ, അത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ദ സോർട്ട് കമാൻഡ് ക്യാൻ അറേഞ്ച് പാരഗ്രാഫ്, ടെക്സ്റ്റ് ഓർ ടേബിൾസ് ഓൾ ഇൻ ആൽഫബറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ ഓർഡർ.
നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു പാരഗ്രാഫോ ടെക്സ്റ്റോ അല്ലെങ്കിൽ ടേബിൾസോ എല്ലാം എന്ത് ചെയ്യാം, ആൽഫബറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ബാക്കി ഓപ്ഷൻ നോക്കുക. ദ സോർട്ട് കമാൻഡ് ഓൺലി വർക്ക് ഇൻ ദ ഓർഡർ ഓഫ് അസെൻഡിങ് ഓർഡർ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എന്നാണ് ഓപ്ഷൻ പറയുന്നത്. അല്ല, നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇസഡിൽ നിന്ന് തിരിച്ച് എയിലേക്ക് അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള ആ ഓരോ ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലും നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. ദ സോർട്ട് കമാൻഡ് ഈസ് ഫൗണ്ട് ഇൻ ദ ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ടിനകത്താണ് സോർട്ട് കമാൻഡ് വരുന്നത്. ഇൻസേർട്ടിനകത്തല്ല, ഫോർമാറ്റിനകത്താണ് സോർട്ട് കമാൻഡ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ദ സോർട്ട് കമാൻഡ് ക്യാൻ അറേഞ്ച് പാരഗ്രാഫ്, ടെക്സ്റ്റ് ഓർ ടേബിൾസ് ഓൾ ഇൻ ആൽഫബറ്റിക്കൽ ഓർ ന്യൂമറിക്കൽ ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ എം എസ് വേർഡ്. എം എസ് വേർഡിനകത്തുള്ള ഹെഡറിൻ്റെയും ഫൂട്ടറിൻ്റെയും കറക്റ്റ് ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നാണ്. ഹെഡർ അപ്പിയേഴ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ് ആൻഡ് ഫൂട്ടർ അറ്റ് ദ ടോപ്പ്. നേരത്തെ വരച്ച് കാണിച്ചതാണ്. ഇതൊരു പേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലുള്ളതിനെ ഹെഡർ എന്ന് വിളിക്കാം, ബോട്ടത്ത് വരുന്ന എന്തായിരിക്കും, ഫൂട്ടറായിരിക്കും. ഹെഡ് മുകളിലും ഫീറ്റ് എന്താണ് താഴെയാണ്, ആ ഒരു ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ ഹെഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിലായിരിക്കും, ഫൂട്ടർ താഴെയായിരിക്കും. ഓപ്ഷൻ എ പറയുന്നത് ഹെഡർ അപ്പിയേഴ്സ് ടു ദ ബോട്ടം എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. അതുപോലെ ഹെഡർ ആൻഡ് ഫൂട്ടർ ക്യാൻ ബി അപ്ലൈഡ് ഒൺലി ഓൺ ദ ഫസ്റ്റ് പേജ്, നോട്ട് ഓൺ അതേഴ്സ്. ഫസ്റ്റ് പേജിൽ മാത്രമാണ് ഹെഡറും ഫൂട്ടറും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതും തെറ്റാണ്. നമുക്ക് എല്ലാ പേജിലും ഒറ്റ പേജിൽ ഹെഡറും ഫൂട്ടറും കൊടുത്തു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന എല്ലാ പേജിലും ആ ഡോക്യുമെൻറ്റിൽ ഹെഡറും ഫൂട്ടറും ഉണ്ടാവും. അതുപോലെ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ദ ഹോം ടാബ്. ഹോം ടാബിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഹോം ടാബിലല്ല വരുന്നത്, ഇൻസേർട്ടിനകത്താണ് ഹെഡറും ഫൂട്ടറും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. പിന്നെ വരുന്ന ഓപ്ഷൻ ഹെഡർ ആൻഡ് ഫൂട്ടർ ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ സെയിം ഇൻഫർമേഷൻ സച്ചസ് പേജ് നമ്പർ, ടൈറ്റിൽ, ഡേറ്റ് എക്സെട്ര ഓൺ ഈച്ച് പേജ്. ഓരോ പേജിലും ഈ വക ഇൻഫർമേഷൻസ് കൊടുക്കാനാണ് എന്ത് ഉപയോഗിക്കാം, ഹെഡറും ഫൂട്ടറും യൂസ് ചെയ്യുക. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും, ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ട്രൂ. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എന്നോട് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ എന്നാണ്. ഓക്കെ, ഓപ്ഷൻ നോക്കുക. CC ഈസ് യൂസ്ഡ് ടു സെൻഡ് ഇമെയിൽ ടു ഓൺലി വൺ അഡീഷണൽ റെസിപ്പിയൻറ്റ്. അഡ്രസ്സസ് സെൻഡേഡ് ഇൻ BCC ആർ ഹിഡൻ ഫ്രം അതർ റെസിപ്പിയൻറ്റ്. സബ്ജക്ട് ലൈൻ ഈസ് ഓപ്ഷണൽ ബട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ക്ലാരിറ്റി ആൻഡ് പ്രൊഫഷണലിസം. റിപ്ലൈ ഓൾ സെൻഡ് ദ റെസ്പോൺസ് ഓൺലി ടു ദ സെൻഡർ. ഓക്കെ, നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കൂടുതലും ഇമെയിൽ സെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ അതാണ് ഇവിടെ CC എന്നും BCC എന്നൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് കമ്പോണൻറ്റുകളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ 2 എന്ന കമ്പോണൻറ്റ് വരും. രണ്ടാമത് വരുന്നത് CC ആയിരിക്കും. പിന്നെ വരുന്നത് BCC ആണ്. പിന്നെ വരുന്നത് സബ്ജക്റ്റ്. അവസാനം വരുന്നത് കണ്ടൻറ്റ്. ഇതിൻ്റെ കൂടെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം ഉണ്ടായിരിക്കും. ഓക്കെ, അതിനകത്ത് ഈ 3 എണ്ണം 2, CC, BCC എന്ന് പറയുന്നത് റെസിപ്പിയൻ്റ് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാനായിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ആർക്കാണോ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നത് അവരുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് 2 എന്ന ഫീൽഡും CC എന്ന ഫീൽഡും BCC എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ 2 യൂസ് ചെയ്യുന്നത് പ്രൈമറി റെസിപ്പിയൻ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന റെസിപ്പിയൻ്റ് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് 2 എന്ന് പറയുന്നത്. പ്രയോറിറ്റി കൂടിയ ആളുകളെ നമുക്ക് 2-ൽ ഉൾപ്പെടുത്താം. അതിനകത്ത് ആ ഒന്നിലധികം ഡേറ്റാസ് നമുക്ക് ഒന്നിലധികം ഇമെയിൽ അഡ്രസ്സുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ്. പ്രയോറിറ്റി കുറഞ്ഞ, അതായത് സെക്കൻഡ് പ്രയോറിറ്റി ഉള്ള സെക്കൻഡറി റെസിപ്പിയൻ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് CC യൂസ് ചെയ്യുക. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി എന്നാണ് ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. അത് യൂസ് ചെയ്യുന്ന സെക്കൻഡറി റെസിപ്പിയൻ്റ് അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാനാണ്. അവിടെയും നമുക്ക് മൾട്ടിപ്പിൾ അഡ്രസ്സുകൾ, ഒന്നിലധികം അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ വരുന്ന ഓപ്ഷൻ ബി, അഡ്രസ്സസ് എൻറ്റേർഡ് ഇൻ BCC ആർ ഹിഡൻ ഫ്രം അതർ റെസിപ്പിയൻസ്. BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ ടേർഷ്യറി അഡ്രസ്സുകൾ, അത്രയും പ്രാധാന്യമില്ലാത്ത അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാനാണ് BCC അല്ലെങ്കിൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ CC എന്ന് പറയുന്നത് കാർബൺ കോപ്പി എന്നാണ്. കാർബൺ കോപ്പി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെക്കൻഡറി റെസിപ്പിയൻ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ. അതുപോലെ പ്രൈമറി റെസിപ്പിയൻ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 2 ആണ്. BCC എന്ന് പറഞ്ഞാൽ ടെർഷ്യറി അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുക.
ഇനി അപ്പോൾ ഈ ട്രഷറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആർക്കാണോ അയക്കുന്നത് അയാളുടെ പേര് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. നമുക്ക് മൾട്ടിപ്പിൾ മെയിലുകളൊക്കെ സെൻഡ് ചെയ്യാം, ഒരുപാട് അഡ്രസ്സുകളൊക്കെ അവിടെ കൊടുക്കാൻ പറ്റും. പക്ഷേ എനിക്കൊരു മെയിൽ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത് എവിടെ കൊടുത്തിരിക്കുന്നതായിരിക്കും? BCCയിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ വരുന്നത് അഡ്രസ്സസ് സെൻഡേർഡ് ഇൻ BCC ആർ ഹിഡൻ ഫ്രം അതർ റെസിപ്പിയൻറ്റ്. മറ്റുള്ള ആളുകൾക്ക് BCCയിലുള്ള അഡ്രസ്സുകൾ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓപ്ഷൻ വായിച്ച് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് സൈബർ അറ്റാക്ക് ആർ ട്രൂ? സൈബർ അറ്റാക്കിനകത്ത് ഏതാണ് ട്രൂ എന്നാണ് ചോദ്യം. അപ്പോൾ ഓരോ അറ്റാക്കുകൾ നമുക്ക് നോക്കാം. ഫിഷിംഗ് എന്ന അറ്റാക്ക്. ഫിഷിംഗ് അറ്റാക്ക് ട്രിക്സ് യൂസേഴ്സ് ഇൻ ടു റിവീലിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ത്രൂ ഫേക്ക് ഇമെയിൽ ഓർ വെബ്സൈറ്റ്. അപ്പോൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ട്രൂ എന്നാണ്. റാൻസം അതിനകത്ത് ഓപ്ഷനകത്ത് ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഫിഷിംഗ് അറ്റാക്ക് ട്രിക്സ് യൂസേഴ്സ് ഇൻ ടു റിവീലിംഗ് പേഴ്സണൽ ഇൻഫർമേഷൻ ത്രൂ ഫേക്ക് ഇമെയിൽ ഓർ വെബ്സൈറ്റ്. അതായത് ശരിക്കുള്ളൊരു വെബ്സൈറ്റിൻ്റെ അതേ ലേ ഔട്ടിലുള്ള മറ്റൊരു ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകൾ കൊടുത്തിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫിഷിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്കാണ്, സൈബർ അറ്റാക്കാണ്. അത് ചെയ്യുന്നത് എന്താ? ഒരു ജെന്യൂനായിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ കൊടുത്തിട്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഫേക്ക് സാധനമായിരിക്കും നമുക്ക് തരിക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്താലും അതിനകത്ത് നമ്മൾ എൻ്റെ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് മറ്റുള്ള ഹാക്കർമാർക്കോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും. അപ്പോൾ അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതുപോലെ റാംസം വെയർ എൻക്രിപ്റ്റ് യൂസർ ഡേറ്റ ആൻഡ് ഡിമാൻഡ്സ് പേയ്മെൻറ്റ് ടു അൺലോക്ക് ഇറ്റ്. നമ്മുടെ ഡേറ്റയൊക്കെ കൈക്കലാക്കിയിട്ട് നമ്മുടെ ഡേറ്റയൊക്കെ മോഷ്ടിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? ഒരു റാംസം എമൗണ്ട് ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു പേയ്മെൻറ്റൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? റാംസം എൻക്രിപ്റ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇൻ DOS അറ്റാക്കർ സെൻസ് എക്സ്ട്രാ സെർവർ ആക്സസ് ടു ഇൻക്രീസ് സിസ്റ്റം സ്പീഡ്. ഡിനൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ആയിരിക്കും അത് പെട്ടെന്ന് സ്റ്റക്കാവുക. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മെസ്സേജസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേറ്റ പാസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ തൽക്കാലത്തേക്ക് തടഞ്ഞു വെക്കുക എന്നൊക്കെയുള്ളതാണ് ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് വരിക. അപ്പോൾ ഇതിനകത്ത് ഒന്ന് ഓപ്ഷൻ എയും കറക്റ്റാണ്, അതുപോലെ ഓപ്ഷൻ ബിയും കറക്റ്റാണ്, ഓപ്ഷൻ 4ഉം കറക്റ്റാണ്. ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇട്ടത് തെറ്റായിരിക്കും. അത് എല്ലാം കറക്റ്റാണ് വരുന്നത്. എ കീ ലോഗർ റെക്കോർഡ്സ് എവരി കീ പ്രസ്ഡ് ബൈ ദ യൂസർ. നമ്മൾ പ്രസ് ചെയ്യുന്ന എല്ലാ കീകൾ എന്താണോ പ്രസ് ചെയ്യുന്നത് അതിനെയൊക്കെ ട്രാക്ക് ചെയ്യാനാണ് കീ ലോഗർ യൂസ് ചെയ്യുക. തൽക്കാലം ആ ക്വസ്റ്റ്യൻ വിടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ തെറ്റാണ്. HTTP is used to transfer web pages from the web server to the client browser. FTP is used to upload and download files over internet. രണ്ട് പ്രോട്ടോക്കോളാണ് ഇവിടെ പറയുന്നത്. HTTP എന്ന പ്രോട്ടോക്കോൾ ഉണ്ട്, FTP അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഉണ്ട്. ഇതിൻ്റെ യൂസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ വെബ് പേജസ് ഫ്രം ദ വെബ് സെർവർ ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. ഇപ്പോൾ HTTP അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ചെയ്യുന്നത് വെബ് പേജസിൽ നിന്ന് വെബ് സെർവറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെബ് പേജസ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി. അപ്പോൾ ഓപ്ഷൻ അതായത് HTTPയുടെ വർക്ക് എന്ന് പറയുന്നത് കറക്റ്റാണ്. FTP എന്ന് പറയുന്നത് FTP ഈസ് യൂസ്ഡ് ടു അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് ഫയൽസ് ഓവർ ഇൻ്റർനെറ്റ്. അതും ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ ഒബ്ജക്റ്റീവാണ് അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് കറക്റ്റ്. എ മാത്രമാണ് കറക്റ്റ് എന്നാണ്. അപ്പോൾ അത് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് ഓൺലി കറക്റ്റ്, അതും തെറ്റാണ്. പിന്നെ പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എ ആൻഡ് ബി ആർ കറക്റ്റ്. എയും ബിയും കറക്റ്റ് എന്നാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 1 hour കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.